This is my CUET experience with Prepwise. So ഞാൻ എഴുതിയ പേപ്പർ വാസ് ഇംഗ്ലീഷ്, എന്നിട്ട് 3 സബ്ജക്റ്റ് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ആൻഡ് ജേണൽ ടെസ്റ്റ് ആയിരുന്നു. സോ ഐ റോട്ട് 5 സബ്ജക്ട്സ് ആൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഞാൻ ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ് എന്നൊക്കെ വന്നായിരുന്നു സബ്ജക്ട്സിന്. ആൻഡ് ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ Prepwise പറഞ്ഞ പോലെ തന്നെ ഉള്ള സംഭവങ്ങളാണ് വന്നത്. പിന്നെ ഡിഫിക്കൽട്ടിയും ചോദിക്കുമ്പോൾ ജേണൽ ടെസ്റ്റ് വാസ് ബിറ്റ് ഡിഫിക്കൾട്ട്, നല്ല ഡിഫിക്കൽട്ട് ആയിരുന്നു സബ്ജക്ട്സിനെക്കാളും. ആൻഡ് ഇംഗ്ലീഷ് മോഡറേറ്റ് ആയിരുന്നു, ബട്ട് ഐ വുഡ് സേ ജേണൽ ടെസ്റ്റ് ആയിരുന്നു ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് വൺ. ആൻഡ് ഏറ്റവും കൂടുതൽ സബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ കുറെ ചോദിച്ചായിരുന്നു. ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ് ഒക്കെ ചോദിച്ചായിരുന്നു ഫ്രം ഡിലീറ്റഡ് ചാപ്റ്റേഴ്സ്. അതൊരു പാർട്ടായിരുന്നു. ഡിലീറ്റഡ് ചാപ്റ്റേഴ്സിന് കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചായിരുന്നു, എസ്പെഷ്യലി പൊളിറ്റിക്സും ഹിസ്റ്ററിയും. എക്കണോമിക്സ് കുറച്ച് ചോദിച്ചുള്ളൂ, പക്ഷേ ഹിസ്റ്ററി ആൻഡ് പൊളിറ്റിക്സ് കുറെ ചോദിച്ചായിരുന്നു ഫ്രം ഡിലീറ്റഡ് പോർഷൻസ്. പിന്നെ ഞാൻ പ്രിഫർ ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ആണ് 3 മെയിൻ. പിന്നെ അതുപോലെ തന്നെ ജാമ്യ മിലിയ ഒക്കെ നോക്കുന്നുണ്ട്. ആൻഡ് ഓവറോൾ CUET എക്സ്പീരിയൻസ് എന്ന് പറയുവാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ എക്സാം എഴുതുന്നത്. അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇറ്റ് വെന്റ് വെൽ, ഇറ്റ് വാസ് ഓക്കെ. ആൻഡ് Prepwise എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് വാസ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ്, ബിക്കോസ് Prepwise ഇല്ലായിരുന്നെങ്കിൽ ഐ വുഡ്ന്റ് ബി ഏബിൾ ടു ഡു ദിസ് മച്ച് ബെറ്റർ, ബിക്കോസ് കുറെ ഹെൽപ്പ് ചെയ്തായിരുന്നു വീഡിയോസ് ഒക്കെ ആയിരുന്നെങ്കിലും. ആൻഡ് മോക്ക് ടെസ്റ്റ് ഒക്കെ ഭയങ്കരമായിട്ട് സഹായിച്ചു. മോക്ക് ടെസ്റ്റ് ആയിരുന്നു ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത മെറ്റീരിയൽ. ഈവൻ ഞാൻ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചിട്ട് പോയില്ലെങ്കിലും മോക്ക് ടെസ്റ്റ് എടുത്തുകൊണ്ടാണ് ഞാൻ എക്കണോമിക്സ് ഒക്കെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയത്. ഞാൻ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചില്ല, പക്ഷെ മോക്ക് ടെസ്റ്റ് എടുത്തിരുന്നു. സോ ഐ വുഡ് സേ ഇറ്റ് വാസ് എ വെരി helpful part in my experience.